ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പോകുന്നത് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ തന്നെ ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു കിടിലമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയായിട്ടോ. ശരിക്കും വനാന്തരത്തിലൂടെയുള്ള യാത്ര. തൊട്ടപ്പുറത്തൊരു കനാൽ പോകുന്നുണ്ട്. നല്ല മനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞ് എന്താ പറയുക, ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം തിരയുന്ന ഒരാളാണ് തീർച്ചയായും വരാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ധോണി അക്വഡേറ്റ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ധോണി അക്വഡേറ്റ് ടൗൺ. പാലക്കാട് ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചാൽ ധോണി അക്വഡേറ്റിൽ കേട്ടോ. അപ്പോൾ ധോണി അക്വഡേറ്റ് കാണാൻ വേണ്ടി വന്നാണ്. നല്ല കാമായിട്ടൊരു അന്തരീക്ഷം തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ ധോണി അക്വഡേറ്റ് കേട്ടോ. തീർച്ചയായും നിങ്ങളെല്ലാം സന്ദർശിക്കുക. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ പ്ലേസ് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ധോണി അക്വഡേറ്റ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അത് തന്നെയായിരിക്കും വിശ്വസിക്കുന്നത്. എന്തായാലും നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അധികം ആരും വരാത്തൊരു എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരിക. നല്ല കാമായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ മലമ്പുഴയിൽ നിന്ന് മലമ്പുഴ വഴിയാണ് ഈ കനാലിൽ കൂടെ വെള്ളം വരുന്നത്. അപ്പം മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം ഒഴിക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഡാമിൽ അക്വഡേറ്റിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ച കാണാൻ നല്ലൊരു മനോഹരമായിട്ടുള്ളതാണ്. ഇവിടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ അന്തരീക്ഷമാണ് അടിപൊളി. നല്ലൊരു വൈബാണ് ഗൈസ്. അപ്പോൾ നീ എന്താ പറയുക, തീർച്ചയായും നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കേട്ടോ. അപ്പോൾ ഈ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വളരെ ശാന്തമായി ഇരിക്കാൻ പറ്റിയ ഒരു കൃത്യമായ സ്പോട്ട് തന്നെയാണ്. ഇപ്പം ഈ അക്വഡേറ്റിൽ കൂടെ ഇപ്പോൾ വരുന്നത് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ മലമ്പുഴ ഡാമിൽ നിന്നാണ് കേട്ടോ വെള്ളം വരുന്നത്. ഇപ്പോൾ എന്തായാലും വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അക്വഡേറ്റിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഉള്ളിൽ കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും അക്വഡേറ്റിൻ്റെ താഴ്വശത്തേക്ക് പോകാം. അപ്പോൾ താഴ്വശത്തേക്ക് ഇതുകൂടി ഇറങ്ങാം കേട്ടോ. അപ്പോൾ താഴ്വശത്ത് ആ പുഴേൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇത് തന്നെയാണ് ഇറങ്ങുക താഴ്വശത്തേക്ക്. അതിൽ കൂടെ ഇറങ്ങി നമ്മൾ പാലത്തിൻ്റെ അടിവശത്തിലുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുട്ടികളെല്ലാവരും വന്ന് കുളിക്കാം. നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടെ വരിക നമുക്കിങ്ങനെ കുളിക്കാം. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ചാടി കുളിക്കാം. എന്നൊന്നും പറയണ കുട്ടികൾ ആർമാദിക്കുക എന്ന് പറയുന്നത്. നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവർ. വലിയ ആഴം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്കേക്കും ആഴുണ്ട്. നമുക്ക് മുങ്ങി കുളിക്കാനൊക്കെ പറ്റിയത് തന്നെയാണ്. അധികം തിരക്കുകളില്ലാതെ വളരെ ശാന്തമായി ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പ് കാര്യങ്ങളെല്ലാം നല്ല തിളങ്ങീര് പോലത്തെ വെള്ളമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല കുളിയും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നിങ്ങൾ വരിക നന്നായി കുളിച്ച് ആർമാർത്തി കേട്ടോ. ഒരു അടിപൊളി പ്ലേസാണ്. തീർച്ചയായും നിങ്ങളെല്ലാം സന്ദർശിക്കാം. അപ്പോൾ ധോണി വാട്ടർഫാൾസ് കാണാൻ പോകുന്ന അവിടെ തന്നെ പോകുന്ന വഴി തന്നെയാണ് ഈ പറയുന്ന ധോണി അക്വഡേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വരിക. നല്ലൊരു മനോഹരമായ സ്ഥലം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ബൈ.